ഒരു 9 വർഷത്തെ റിലേഷൻഷിപ്പ് ആയിരുന്നു. അവർ സ്മൂത്ത് ആയിട്ട് തന്നെയായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ബോയിന്റെ വീട്ടിലാണെങ്കിൽ ഗേളുടെ വീട്ടിലാണെങ്കിൽ ഒരു എതിർപ്പോടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. പിന്നെയും അവള് നല്ല പിടിച്ചു നിന്നിട്ട് തന്നെയാണ് പോയത്. പെട്ടെന്ന് ഒരു ദിവസം അവൾക്ക് ഒരു പ്രപ്പോസൽ വരുന്നു. ഈ ബോയിനെക്കാളും ഫിനാൻഷ്യലി കുറച്ചുകൂടി നല്ല ഓക്കെ ആയ ബോയ് വരുന്നു. വീട്ടുകാരൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ച് അവൾ അതിൽ സമ്മതിച്ചു. പിന്നെ ഒരു ദിവസം ഇവനെ കണ്ടിങ്ങനെ പറഞ്ഞു, അതിന് നമ്മൾ തമ്മിൽ ഒന്നും ഉണ്ടാവില്ല. 9 വർഷത്തെ റിലേഷൻഷിപ്പാണ്. ഇവിടെ ആ ഒരു ബോയ് അനുഭവിക്കുന്ന ആ ഒരു വിഷമം എന്ന് പറഞ്ഞാല് ഈ ബോയ്ക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു ഹോപ്പ് എന്ന് പറയുന്നത് ചെറുതല്ല. ഇവിടെ ഈ ഒരു ബോയിന്റെ ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്നത് എങ്ങനെ അവൾക്ക് ആ ഒരു പേഴ്സണിന്റെ ഒപ്പം ഇത്ര ചിരിച്ച് കളിച്ച് നടക്കാൻ പറ്റുന്നു, തനിക്ക് ഹോപ്പ് തന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ വേറൊരു ബോയിന്റെ മേലെ കൊടുത്ത് അവരത്ര ഹാപ്പി ആയിട്ട് എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർ മൂവ് ഓൺ ആയി ഒരാൾ വരുന്ന വരെയാണ് ചിലവർക്ക് ആ ഒരു സ്നേഹം ഉണ്ടാവുള്ളൂ. ചിലവർക്ക് എന്താണ് റീപ്ലേസബിൾ ആക്കാൻ പറ്റാത്ത അളവിലായിരിക്കും ചിലവരുടെ സ്നേഹം എന്ന് പറയുന്നത്.